അതായത് നമ്മുടെ ആർ.സിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡും ഈ കെ.സി. വേണുഗോപാലും കൂടിയൊക്കെ ഒരു കളിച്ച കളിയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം എൻ്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ, അങ്ങനെ നമ്മുടെ വി.ഡി. സതീശൻ കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്കും സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. എന്താണെന്നറിയോ, കുറച്ച് ദിവസമായിട്ട് ഈ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ രണ്ട് പേരുകളിലായിരുന്നു നമ്മളെല്ലാവരും തർക്കം. അതായത് മഹാഭൂരിപക്ഷം വി.ഡി. സതീശന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വേറൊരു പക്ഷം കെ.സി. വേണുഗോപാലിന് വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മുങ്ങിപ്പോയ ഒരാളുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിനെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒരു മുഖം ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വിഷമമുണ്ട്. തമാശയായിട്ട് പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. ജനങ്ങൾ ഒരു കണക്കിൽ കൊടുക്കാത്ത NSSൻ്റെ നേതാവ് മാത്രമൊക്കെയാണ് പുള്ളിക്ക് സപ്പോർട്ട് ചെയ്തൊക്കെ പറഞ്ഞത്. ശ്രീ രമേശ് ചെന്നിത്തലയുടെ കാര്യം ആലോചിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. മുഖ്യമന്ത്രി കസേര ഇപ്പോഴും പുള്ളിക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് പുള്ളി നോക്കുമ്പോൾ സീനിയോറിറ്റി പുള്ളിക്കാണ്. എന്ത് തന്നെയായാലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്താണ് കെ.സി. വേണുഗോപാലിൻ്റെ ഒരു ഉദയം. അതെനിക്ക് സത്യത്തിൽ ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ ചെന്നിത്തലനെ, അതായത് നമ്മുടെ ആർ.സിനെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ വേണ്ടി ഹൈക്കമാൻഡും ഈ കെ.സി. വേണുഗോപാലും കൂടിയൊക്കെ ഒരു കളിച്ച കളിയാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ കെ.സി. പൊന്തി വന്ന സമയത്ത് കെ.സിയും വി.ഡിയും തമ്മിലായല്ലോ കളികൾ. അപ്പോൾ ആർ.സി അവിടെ മുങ്ങിപ്പോയില്ലേ. ഞാനിത് പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം പുള്ളി ഒരു 23-ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് MLA ആയിട്ട്. ആ സമയത്തൊക്കെ പുള്ളി കമ്പാരിറ്റീവ്ലി ഒരു ചെറുപ്പക്കാരനായിരുന്നു, സീനിയോറിറ്റി കുറവായിരുന്നു, ഒരു ജൂനിയർ ആയിരുന്നു. നമ്മുടെ ലീഡറും മറ്റു പല പ്രമുഖ നേതാക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പുള്ളിനെ സംബന്ധിച്ച് പുള്ളി മന്ത്രിപദം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതിനുശേഷം പുള്ളി സീനിയർ ആയതിനു ശേഷം ആഭ്യന്തരമന്ത്രി വരെയായി. പക്ഷേ മുഖ്യമന്ത്രി ആകാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം സാധ്യത ഉള്ള സമയത്തൊന്നും ഭൂരിപക്ഷം കിട്ടാതെ പോയി. ഒരു വല്ലാത്തൊരു ചതിയായിപ്പോയി. എന്തായാലും ഇനിയിപ്പോൾ വേറെ മന്ത്രിസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും കൊടുക്കുമായിരിക്കും പുള്ളിക്ക്. എന്തെങ്കിലും കൊടുക്കണമല്ലോ. നമുക്കൊരു വിഷമമല്ല സീനിയോറിറ്റി എന്ന് പറയുമ്പോൾ. ഞാൻ കളിയാക്കണമല്ല കേട്ടോ, എന്നെ വേറെ ആരെങ്കിലും ഇത് കണ്ടിട്ട് എന്നെ തെറി പറയരുത്. ഇനിയിപ്പോൾ തെറി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. കഷ്ടമായിപ്പോയി.